നേടിയോ നഷ്ടപ്പെടുത്തിയോ എന്നല്ല, നിങ്ങളുടെ സ്വന്തം നേട്ടത്തിനായി ആരെയും ഉപയോഗിക്കരുത് എന്നതാണ് പ്രധാനം. ജീവിതത്തിൽ എത്ര തോറ്റാലും നമ്മൾ ജയിക്കുന്ന ഒരു ദിവസം വരും. അതിനെ നമ്മൾ പരിശ്രമം എന്ന് പറയും. പക്ഷേ നാട്ടുകാരതിനെ അവൻ്റെയൊക്കെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു നടക്കും. കർശനം കൂടാതെ രത്നം മിനുക്കാനാവില്ല. പരീക്ഷണങ്ങളില്ലാതെ മനുഷ്യനെ പൂർണ്ണനാക്കാനാവില്ല. നീ തന്നെ നിന്നെ വിശ്വസിക്കുക. കാരണം നിന്നോളം നിന്നെ മനസ്സിലാക്കാൻ മറ്റാർക്കും കഴിയില്ല. നമ്മൾ സ്വയം ജീവിതം വെറുക്കുന്നത് എപ്പോഴാണെന്നറിയുമോ? നമ്മൾ ജീവന് തുല്യം സ്നേഹിച്ചവർക്ക് മുന്നിൽ നമ്മൾ ആരും അല്ല എന്നറിയുമ്പോഴാണ്. ജീവിതം കണ്ണുനീരും ചിരിയും ഓർമ്മകളും നിറഞ്ഞതാണ്. കണ്ണുനീർ വറ്റിപ്പോകും, ചിരിയുടെ നിറം മങ്ങും, പക്ഷേ ഓർമ്മകൾ അത് കനലായി എന്നും മനസ്സിലുണ്ടാവും. നിങ്ങളുടെ മനസ്സിൽ അഹങ്കാരമുണ്ടെങ്കിൽ നിങ്ങളെ നശിപ്പിക്കാൻ ഒരു ശത്രുവിൻ്റെയും ആവശ്യം നിങ്ങൾക്കില്ല. കാരണം അഹങ്കാരം കൊണ്ട് മാത്രം നിങ്ങൾ സ്വയം നശിക്കുന്നതാണ്. ജീവിതത്തിൽ തളരുമ്പോൾ നമുക്ക് വേണ്ടത് ഉപദേശങ്ങൾ മാത്രമല്ല, നമ്മെ താങ്ങുന്ന കൈകളും കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും മനസ്സിലാക്കാനുള്ള ഹൃദയവും ഉള്ളവരാണ് നമുക്ക് വേണ്ടത്. മനുഷ്യനെ ഏറെ ദുർബലനാക്കുന്ന ഒരു കാര്യമാണ് ഭയം എന്നത്. അത് മനുഷ്യനെ പെട്ടെന്ന് തളർത്തുന്നു. ഭീരുവായ ഒരാൾ വിജയിക്കാൻ കഴിയുന്ന കാര്യത്തിൽ പോലും വളരെ എളുപ്പത്തിൽ പരാജയപ്പെടുന്നു. പെട്ടെന്നുള്ള കോപം, എല്ലാ കാര്യത്തിനും ഞാൻ ഒറ്റക്ക് മതി എന്ന ചിന്ത, ഞാൻ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരും പ്രവർത്തിക്കണം എന്നുള്ള വാശി, ഇതെല്ലാം നിങ്ങളുടെ വിജയത്തെ തടസ്സപ്പെടുത്തുന്നതാണ്. മുഖത്ത് ചിരി വരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളെ തകർക്കാൻ ഏതൊരു വ്യക്തിക്കും കഴിയില്ല. ആരുടെ മുന്നിലും അഭിനയിക്കാൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ മുന്നിൽ അഭിനയിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ സത്യമായും നമ്മൾ തോറ്റുപോകും. ആരും കൂടെയില്ലെങ്കിൽ ആരും വേണ്ടെന്ന് കരുതുക. ലവ് യുവർ സെൽഫ്. അതുതന്നെയാണ് ആത്മവിശ്വാസം. വെട്ടിമുറിച്ച മുറിവിൽ നിന്നും വീണ്ടും പൊട്ടിമുളക്കുന്ന മരങ്ങളെപ്പോലെയാവണം ഓരോ വ്യക്തിയും. എത്ര താഴ്ചയിൽ നിന്ന് ചാടിയാലും ഉയർന്നെഴുന്നേൽക്കാൻ പഠിക്കണം.